റിസർവ് ബാങ്ക് രണ്ടാം തവണയും പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നവർ ഡൈനാമിക് ബോണ്ട് ഫണ്ട്, മീഡിയം ലോങ് ടേം ബോണ്ട് ഫണ്ട്, ഉയർന്ന ക്വാളിറ്റിയുള്ള കോർപ്പറേറ്റ് ബോണ്ട് എന്നിവയിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം. ഡൈനാമിക് ബോണ്ട് ഫണ്ട് നോക്കാം. നിലവിലെ പലിശ നിരക്ക് അനുസരിച്ച് അനുയോജ്യമായ നിക്ഷേപ തന്ത്രമാണ് ഡൈനാമിക് ബോണ്ട് ഫണ്ടിലുള്ളത്. അതായത് പലിശ നിരക്ക് കുറയുമ്പോൾ ദീർഘകാലയളവിലേക്ക് ബോണ്ടിലേക്ക് നിക്ഷേപം ഉയർത്തിയും, മറിച്ച് പലിശ നിരക്ക് കൂടുമ്പോൾ റിസ്ക് പരിഗണിച്ച ഹ്രസ്വകാലത്തേക്കുള്ള ബോണ്ടുകളിൽ നിക്ഷേപം നടത്തിയും ഡൈനാമിക് ബോണ്ട് ഫണ്ട് കൂടുതൽ ഫ്ലെക്സിബിൾ ആണെന്ന് കാണാം. റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഷോർട്ട് ടേമിലേക്കുള്ള ബോണ്ട് ഫണ്ടുകളും അല്ലാത്തവർ ലോങ് ടേമിലേക്കുള്ള ബോണ്ട് ഫണ്ടുകളും പരിഗണിക്കുന്നതാണ് നല്ലത്. നിരക്ക് കുറയ്ക്കലിനോടൊപ്പം അക്കോമഡേറ്റീവ് എന്ന സ്റ്റാൻസ് സ്വീകരിച്ചതിനാൽ ഉടനടി പലിശ നിരക്ക് ഉയർത്തില്ല എന്നതിൽ കൂടുതൽ ഉറപ്പു വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നിക്ഷേപകർക്ക് മീഡിയം മുതൽ ലോങ് ടേം ഡെപ്റ്റ് ഫണ്ടുകളാണ് കൂടുതൽ അനുയോജ്യം. ഷോർട്ട് ടേം ഫണ്ടുകൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. എങ്കിലും സുരക്ഷിതമായ ഹൈ ക്വാളിറ്റി ഷോർട്ട് ടേം ഫണ്ടുകൾ നോക്കാവുന്നതാണ്. എന്നാൽ ചുരുങ്ങിയത് 3 വർഷ കാലയളവെങ്കിലുമുള്ള ഫണ്ടുകളിൽ നിന്നും റേറ്റ് സൈക്കിളിന്റെ ഗുണം ലഭിച്ചേക്കാമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴിയുള്ള നിക്ഷേപം വോളറ്റിലിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ ശ്രദ്ധിക്കാവുന്നതാണ്. എന്നാൽ മിഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കണമെന്നും അനലിസ്റ്റുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. SIPയും STPയും തന്നെയാണ് നിലവിൽ ഐഡിയൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്നും പറയുന്നു. ഇപ്പോഴത്തെ അൺസർട്ടനിറ്റി മൂലം ഇത് നിർത്തുന്നത് ബുദ്ധിയല്ല എന്നും അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില മ്യൂച്വൽ ഫണ്ടുകൾ കൂടി നോക്കാം. ലോങ് ടേം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ഫണ്ടുകളാണിവ. നിക്ഷേപകർ അവരുടെ റിസ്ക് പ്രൊഫൈൽ, നിക്ഷേപ ലക്ഷ്യം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ഫണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത്. SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, മിറേ അസറ്റ് ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് എന്നീ ഹൈബ്രിഡ് ഫണ്ടുകളാണ് ഇതിൽ ആദ്യം പറയുന്നത്. ഹൈബ്രിഡ് ഫണ്ടുകൾ 65 മുതൽ 80% വരെ ഇക്വിറ്റിയിലും 20 മുതൽ 35% വരെ ഡെപ്റ്റിലുമാണ് നിക്ഷേപിക്കുന്നത്. രണ്ട് ഫണ്ടുകളും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പോസിറ്റീവ് റിട്ടേൺ നൽകിയതായി കാണാം. കനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട്, മിറേ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ട് എന്നിവയാണ് അടുത്തത്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, UTI ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. റിസ്ക് കൂടിയ ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഒപ്പം സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് നേരത്തെയും സൂചിപ്പിച്ചു. എങ്കിലും ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട്, കൊട്ടക് എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് എന്നിവയും ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്, SBI സ്മോൾ ക്യാപ് ഫണ്ട് എന്നീ സ്മോൾ ക്യാപ് സ്കീംസും ലോങ് ടേമിൽ നേട്ടം നൽകിയതായി കാണാം. ഇത്തരം ഫണ്ടുകളുടെ ഷോർട്ട് ടേം പ്രകടനം നോക്കിയാൽ ഭൂരിഭാഗം ഫണ്ടുകളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ബെഞ്ച്മാർക്ക് സൂചികയോട് അണ്ടർ പെർഫോം ചെയ്ത കുറച്ച് ഫണ്ടുകൾ കൂടി നോക്കാം. ഇത്തരം ഫണ്ടുകൾ പരമാവധി ഒഴിവാക്കാവുന്നതാണ്. ഡൗൺ ക്യാപ്ചർ റേഷ്യോ ആണ് ഇത് അളക്കാനായി ഉപയോഗിക്കുക. മാർക്കറ്റ് ഇടിയുമ്പോൾ അതോടൊപ്പം നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലാക്കാൻ ഈ റേഷ്യോ സഹായിക്കും. സാംകോ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ക്വാണ്ട് വാല്യൂ ഫണ്ട്, ഹെലിയോസ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്, ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട് എന്നീ ഫണ്ടുകളൊക്കെ അണ്ടർ പെർഫോം ചെയ്ത ഫണ്ടുകളാണ്. എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഫണ്ടുകൾ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായും സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശം തേടണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.